പത്തനംതിട്ടയ്ക്ക് വെളിയിൽ നിന്നുള്ള ആൾ എന്നത് തിരിച്ചടിയല്ലെന്ന് ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തിയ സംഘടനാ പ്രവർത്തനം ഗുണം ചെയ്യുമെന്ന് അബിൻ വർക്കി ന്യൂസ് 18നോട് പറഞ്ഞു. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇപ്പോൾ ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് ഇപ്പോൾ. നമ്മുടെ AICC സെക്രട്ടറി സരിത. എന്തായാലും ഈ ആറന്മുള എന്നുള്ളത് അബിൻ അത്ര പരിചയമായ ഒരു സ്ഥലമായിരുന്നില്ല. ഇപ്പോൾ വന്ന ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് മണ്ഡലത്തിലെ ഒരു പരിചയം? തീർച്ചയായിട്ടും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കാലങ്ങളായി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെയുള്ള സ്ഥലമാണ്. സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് പത്തനംതിട്ട ജില്ലയുടെ ചാർജായിരുന്നു. അതുമാത്രമല്ല ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പരിപാടികളിലും സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഈ ജില്ലയുമായി അടുത്തൊരു ബന്ധമുണ്ട്. അങ്ങനെ ആറന്മുള നിയോജകമണ്ഡലത്തിലെ സംഘടനാ പ്രവർത്തനത്തിലാണ് കൂടുതൽ പരിചയമുണ്ടായത്. ബന്ധുമിത്രാദികളും ഒട്ടേറെ തന്നെയുണ്ട്. എപ്പോഴും സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് മത്സരിക്കാൻ കിട്ടുക എന്നുള്ളതായിരുന്നല്ലോ. പക്ഷേ ഇങ്ങനെ പത്തനംതിട്ട കുറച്ച് ദിവസങ്ങളായിട്ട് താങ്കൾ ആറന്മുളയിൽ ഞാൻ ഉണ്ടാവും എന്ന രീതിയിലൊരു പ്രചാരണമൊക്കെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം വന്നത് ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ? അല്ല, ഞാനങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല. അത് കേരളത്തിലെ മാധ്യമങ്ങളാണ് നടത്തിയത്. പാർട്ടി സജീവമായിട്ട് പല ഘടകങ്ങൾ ആലോചിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അത് പല ഘടകങ്ങൾ ആലോചിച്ചുകൊണ്ടാണ്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതിന് മറുപടി പറയും. അങ്ങനെ പല ഘടകങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് പാർട്ടി ആ തീരുമാനമെടുത്തത്. അപ്പോൾ ആ തീരുമാനത്തിന് പാർട്ടിയുടേതായ കാരണങ്ങൾ പാർട്ടിക്ക് മുന്നിലുണ്ട്. പിന്നെ പാർട്ടി എന്നോടത് നിർദ്ദേശിച്ചു, ഞാനത് ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ ഞാൻ കേരളത്തിലുടനീളം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലമായി കേരളത്തിലുടനീളം, അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും സജീവമായിരുന്നു. ആ സജീവതയിൽ പത്തനംതിട്ടയും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആറന്മുളയിൽ വന്ന് മത്സരിക്കാൻ പറഞ്ഞു, ഒരു പോരാട്ടം ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റെടുത്തത്. അതിശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഉള്ളത്. 2 തവണ ആറന്മുളയിൽ ജയിച്ചയാൾ, മന്ത്രിയായയാൾ അല്ലേ? അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുമായിട്ടും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ അല്ല, സ്ഥാനാർത്ഥികളുടെ ശക്തി അവരുടെ ആ ശക്തിയുടെ ബഹുമാനത്തോടുകൂടി തന്നെ കാണുകയാണ്. ഒരു സ്ഥാനാർത്ഥിയും വില കുറച്ച് കാണാനോ വില കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ ഞങ്ങൾ ആരും ഒരുക്കമല്ല. എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ എല്ലാ ഔന്നത്യവും അവരുടേതായ ശക്തിയുമുണ്ട്. ഞങ്ങൾ വളരെ ആരോഗ്യപരമായ ഒരു ഹെൽത്തി ഫൈറ്റിനാണ് ആറന്മുളയിൽ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം പക്ഷേ ഈ ഹെൽത്തി ഫൈറ്റ് നിൽക്കുമ്പോൾ തന്നെ ഈ മത്സരം പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയപരമാണ്. പൊളിറ്റിക്കൽ മത്സരത്തിൽ കേരളത്തിൽ UDF വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ആറന്മുളയിലെയും കേരളത്തിലെയും വിവിധങ്ങളായ പ്രശ്നങ്ങളാണ്. അത് വിലക്കയറ്റമായിക്കൊള്ളട്ടെ, തൊഴിലില്ലായ്മ ആയിക്കൊള്ളട്ടെ, ആരോഗ്യമേഖലയിലെ പ്രശ്നമായിക്കൊള്ളട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ള ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് പൊതുരാഷ്ട്രീയത്തിലുള്ളത് എന്നുണ്ടെങ്കിൽ ആറന്മുളയിൽ വർക്കുകൾ പൂർത്തീകരിക്കാത്തത് അല്ലെങ്കിൽ വർക്കാകാത്ത ഒരു സിസ്റ്റത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. അതിപ്പോൾ വർക്ക് തീരാത്ത പാലങ്ങൾ, വർക്ക് തീർന്നു എന്ന് പറഞ്ഞ് നടത്തിയ ഉദ്ഘാടനങ്ങൾ, വർക്കിനി തുടങ്ങാത്ത കാര്യങ്ങളിൽ പോലും വർക്ക് തീർന്നു എന്ന് പറയുന്ന കാപ്പട്യങ്ങൾ, ഇതൊക്കെ തന്നെ ആറന്മുള തിരിച്ചറിഞ്ഞു. അതിനു മുൻപ് ഇവിടെ UDF വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ആ UDFന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ജില്ല ഉണ്ടാക്കിയത് തന്നെ ശ്രീ KK നായർ സാറാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.